ഡൽഹിയുടെ ഹൃദയഭാഗത്ത് അത്ര പെട്ടെന്നൊന്നും മറ്റുള്ളവരുടെ കണ്ണുകൾ എത്താത്ത ഒരിടമുണ്ട്. വൻമതിലുകൾക്ക് അപ്പുറം ആയിരക്കണക്കിന് കുറ്റവാളികളുടെ ജീവിതം തടവിലാക്കപ്പെട്ട ഒരിടം. അതെ, ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ ജയിലുകളിൽ ഒന്നായിട്ടുള്ള തിഹാർ ജയിലാണ്. വെറുമൊരു തടവറ മാത്രമല്ല, പലപ്പോഴും വാർത്താ തലക്കെട്ടുകളിൽ നിറഞ്ഞു നിൽക്കുന്ന പല രഹസ്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ള ഒരു കേന്ദ്രം കൂടിയാണ് ഈ തിഹാർ ജയിൽ എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം ഇതിന്റെ ചരിത്രത്തിലേക്ക് പോവാം. 1958 പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള തിഹാർ ജയില് വെറും ഒരു ജയിൽ മാത്രമല്ല, അതൊരു തിരുത്തൽ കേന്ദ്രം കൂടിയാണ്. 400 ഏക്കറോളം വരുന്ന ഈ വിശാലമായ പരിസരത്ത് 9 സെൻട്രൽ ജയിലുകളാണുള്ളത്. ആയിരക്കണക്കിന് തടവുകാരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ഇവിടെ ലോകത്തിലെ തന്നെ ഏറ്റവും കടുത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. തിഹാറിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ പുനരധിവാസ പദ്ധതികളാണ്. തടവുകാർക്ക് വിദ്യാഭ്യാസം നൽകാനും അവർക്ക് തൊഴിൽ പരിശീലനം നൽകാനും സംഗീതം, യോഗ, കായികം എന്നിവയിൽ ഉൾപ്പെടാനും ഇവിടെ അവസരമുണ്ട്. തിഹാർ മെയ്ഡ് എന്ന ബ്രാൻഡിൽ ഇവിടുത്തെ തടവുകാർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ പുറം ലോകത്ത് വിപണനം ചെയ്യുന്നുണ്ടെന്നുള്ളത് ഒരു കൗതുകമായിട്ടുള്ള കാര്യം തന്നെയാണ്. കുറ്റവാളികളെ വെറും തടവുകാരായി കാണാതെ അവരെ സമൂഹത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കുന്ന ഒരു പരീക്ഷണശാല കൂടിയാണ് തിഹാർ ജയിൽ എന്ന് പറയുന്നത്. എന്നാൽ നാണയത്തിന് രണ്ട് വശങ്ങൾ ഉള്ളതുപോലെ തന്നെ തിഹാർ ജയിലിനും ഇരുണ്ട വശങ്ങളുണ്ട്. പലപ്പോഴും അഴിമതിയുടെയും തടവുകാർ തമ്മിലുള്ള സംഘർഷങ്ങളുടെയും അതീവ സുരക്ഷാ വീഴ്ചകളുടെയും പേരിൽ തിഹാർ വലിയ വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട്. കുപ്രസിദ്ധമായ കുറ്റവാളികളും രാഷ്ട്രീയ നേതാക്കളും ഒരേ മതിലുകൾക്കുള്ളിൽ കഴിയുമ്പോൾ ഇവിടുത്തെ ഭരണകൂടത്തിന് വെല്ലുവിളികൾ ഏറെയാണ്. നിയമത്തിന്റെ കണ്ണിലെ കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പാക്കുന്ന ഒരിടം, അതേസമയം തെറ്റുകൾ തിരുത്തി പുതിയ മനുഷ്യനായി പുറത്തിറങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരവസരം. ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയുടെയും ഭരണകൂടത്തിന്റെ കരുത്തിന്റെയും ഒരു അടയാളമാണ് തിഹാർ ജയിൽ. ആരാണ് തിഹാർ ജയിലിന്റെ വൻമതിലുകൾക്കുള്ളിൽ തടവിലാക്കപ്പെടുന്നത്? ഒരു ചെറിയ മോഷണ കേസ് പ്രതി മുതൽ രാജ്യത്തിന്റെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഗൗരവതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവർ വരെ ഈ ജയിലിൽ അന്തേവാസികളാണ്. തിഹാർ ജയിലിനെ ഒരു സാധാരണ ജയിൽ എന്നതിലുപരി അതീവ സുരക്ഷ ആവശ്യമുള്ള ഒരു കേന്ദ്രമായി മാറ്റുന്നത് ഇവിടുത്തെ കുറ്റവാളികളുടെ വൈവിധ്യമാണ്. ഇവിടെ എത്തുന്നവരെ പ്രധാനമായിട്ടും നമുക്ക് ചില വിഭാഗങ്ങളായിട്ട് തിരിക്കാം. കൊലപാതകം, ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ ഹീനമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തവർ, സാമ്പത്തിക തട്ടിപ്പ്, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയിട്ടുള്ള കേസുകളിലെ പ്രതികൾ, അടുത്തതായിട്ട് തീവ്രവാദം, ചാരവൃത്തി, രാജ്യദ്രോഹപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്നിവയിൽപ്പെട്ടവർ. ഇവർക്കായിട്ട് പ്രത്യേകം ഹൈ സെക്യൂരിറ്റി വാർഡുകൾ തന്നെ തിഹാർ ജയിലിലുണ്ട്. പിന്നെ ഇവിടെ ഉള്ളവരെന്ന് പറയുന്നത് കുറ്റം തെളിയുന്നതിന് മുൻപ് കോടതിയുടെ നിർദ്ദേശപ്രകാരം ജയിലിൽ കഴിയുന്നവർ. തിഹാറിലെ തടവുകാരിലെ വലിയൊരു ഭാഗവും വിചാരണ കാത്തിരിക്കുന്നവരാണ്. വിവിധ സ്വഭാവമുള്ള വിവിധ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരെ ഒരേ ജയിലിൽ പാർപ്പിക്കുന്നത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. അധോലോക നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും സാമ്പത്തിക തട്ടിപ്പുകാരും ഒന്നിച്ചിരിക്കുമ്പോൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള സംഘർഷങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതീവ ജാഗ്രതയാണ് അധികൃതർ പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതീവ സുരക്ഷ ആവശ്യമുള്ളവരെ സാധാരണ തടവുകാരിൽ നിന്നും മാറ്റി പാർപ്പിക്കുന്നത്. ചുരുക്കത്തിൽ സമൂഹത്തിന് ഭീഷണിയായേക്കാവുന്ന ഏതൊരു വ്യക്തിയെയും നിയന്ത്രിക്കാനും നിയമത്തിന്റെ മുന്നിൽ ഉത്തരവാദിത്തമുള്ളവരാക്കാനും വേണ്ടിയാണ് തിഹാർ ജയിൽ പ്രവർത്തിക്കുന്നത്. തിഹാർ ജയിലിന്റെ മതിൽക്കെട്ടുകൾക്കുള്ളിലെ ഓരോ തടവുകാരനും ഓരോ കഥയായിരിക്കും പറയാനുണ്ടാവുക. ഇനി നമുക്ക് തിഹാർ ജയിലിന്റെ സുരക്ഷയെക്കുറിച്ച് നോക്കാം. ഏഷ്യയിലെ ഏറ്റവും വലിയ ജയിൽ എന്നതിലുപരി ഇന്ത്യയിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള കോട്ടകളിൽ ഒന്നായാണ് തിഹാർ ജയിൽ അറിയപ്പെടുന്നത്. പുറത്തു നിന്നിട്ട് ഒരാൾക്ക് അകത്തേക്ക് കടക്കാനോ അകത്തുള്ളവർക്ക് പുറത്തേക്ക് ചാടാനോ കഴിയാത്ത വിധം തീർത്ത സുരക്ഷാ വലയങ്ങളാണ് ഇവിടെ ഉള്ളത്. തിഹാർ ജയിലിന്റെ ഏറ്റവും വലിയ സുരക്ഷ എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും ഉയരമുള്ള അതും ശക്തമായിട്ടുള്ളതുമായിട്ടുള്ള വൻമതിലുകളാണ്. വെറും മതിലുകൾ മാത്രമല്ല, വൈദ്യീകരിച്ച വേലികളും ഏത് നിമിഷവും ചലനങ്ങൾ നിരീക്ഷിക്കാനായിട്ടുള്ള സജ്ജമായിട്ടുള്ള ഉയർന്ന നിലവാരമുള്ള CCTV ക്യാമറകളും ഇവിടെയുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ ജയിലിലെ ഓരോ മുക്കിലും മൂലയിൽ നടക്കുന്ന കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. ആധുനിക കാലഘട്ടത്തിന് അനുസരിച്ചിട്ടുള്ള സുരക്ഷാ മുൻകരുതലുകളാണ് തിഹാർ ജയിലിൽ ഒരുക്കിയിട്ടുള്ളത്. ജയിലിനുള്ളിലെ മൊബൈൽ ഫോണുകളുടെ ഉപയോഗം തടയാൻ വേണ്ടിയിട്ട് അത്യാധുനിക സിഗ്നൽ ജാമറുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. തടവുകാരുടെ തിരിച്ചറിയലിനായിട്ട് ബയോമെട്രിക് ഡാറ്റാബേസും സുരക്ഷാ പരിശോധനയ്ക്കായിട്ട് മെറ്റൽ ഡിറ്റക്ടറും എക്സ്റേ സ്കാനറും കർശനമായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അതീവ അപകടകാരികളായിട്ടുള്ള തടവുകാർക്ക് ഹൈ സെക്യൂരിറ്റി വാർഡുകൾ അഥവാ മൾട്ടി ലെയർ സെക്യൂരിറ്റി സോണുകൾ തന്നെ ഇവിടെയുണ്ട്. സാങ്കേതിക വിദ്യ എത്ര വളർന്നാലും മനുഷ്യന്റെ ജാഗ്രത തന്നെയാണ് ഏറ്റവും വലിയ സുരക്ഷ. തമിഴ്നാട് സ്പെഷ്യൽ പോലീസ് ഉൾപ്പെടെയുള്ള സായുധ സേനയാണ് ജയിലിന്റെ കാവൽക്കാർ. പതിവായുള്ള അപ്രതീക്ഷിത പരിശോധനകൾ, ഓരോ തടവുകാരന്റെയും പെരുമാറ്റത്തെക്കുറിച്ചുള്ള കർശന നിരീക്ഷണം എന്നിവ സുരക്ഷാ സംവിധാനത്തെ കൂടുതൽ ശക്തമാക്കുന്നുണ്ട്. ചുരുക്കത്തിലെ സാങ്കേതിക വിദ്യയും മനുഷ്യശക്തിയും ഒത്തുചേരുന്ന ഒരു ഭദ്രമായിട്ടുള്ള കോട്ടയാണ് തിഹാർ ജയിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പലപ്പോഴും പുറം ലോകത്ത് വാർത്തയാകുന്ന സുരക്ഷാ വീഴ്ചകൾ പോലും അധികൃതരെ കൂടുതൽ ജാഗ്രതയാക്കുന്നതും കൂടിയുണ്ട്. ഇനി നമുക്ക് ജയിലിൽ കഴിയുന്നവരുടെ ജീവിതത്തെക്കുറിച്ച് നോക്കാം. ഇരുമ്പഴികൾക്കും വൻമതിലുകൾക്കും അപ്പുറം സമയം വ്യത്യസ്തമായിട്ടുള്ള ഒരു താളത്തിലാണ് നീങ്ങുന്നത്. പുറം ലോകത്തിന് തിഹാർ ഒരു ശിക്ഷാ കേന്ദ്രമായിരിക്കാം, എന്നാൽ അവിടെ കഴിയുന്ന ആയിരക്കണക്കിന് മനുഷ്യർക്ക് ഇതൊരു ലോകമാണ്. അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട എന്നാൽ അതിജീവനത്തിനായിട്ട് പോരാടുന്ന ഒരു ലോകമാണ്.
ഇനി തടവുകാരുടെ ദിനചര്യ നമുക്കൊന്ന് നോക്കാം. കൃത്യമായ സമയത്തുള്ള എണ്ണല്, തുടർന്നുള്ള പ്രഭാത ഭക്ഷണവും ജോലിയും. ഓരോ തടവുകാരനും ഓരോ ഉത്തരവാദിത്തമുണ്ട്. ജയിലിലെ അടുക്കള, തയ്യൽ യൂണിറ്റുകൾ, ബേക്കറി, കാർപ്പൻറ്റർ എന്നിങ്ങനെ വിവിധ തൊഴിലിടങ്ങളിൽ അവർ സമയം ചെലവഴിക്കുന്നുണ്ട്. അവർക്കൊരു ജോലി മാത്രമല്ല, മനസ്സിന്റെ അസ്വസ്ഥതകളിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഒരു മാർഗം കൂടിയാണ്. ശരീരം തടവിലാണെങ്കിലും മനസ്സ് എപ്പോഴും പുറംലോകത്താണ്. കുറ്റബോധം, കുടുംബത്തെക്കുറിച്ചുള്ള ആശങ്ക, നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങളുടെ സമ്മർദ്ദം, ഇതെല്ലാം ഓരോ തടവുകാരനെയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ജയിലിനുള്ളിലെ കൂട്ടായ്മകൾ വിചിത്രമാണ്. ഒരേ കുറ്റത്തിന് അകത്തായവർക്കിടയിൽ രൂപപ്പെടുന്ന സൗഹൃദങ്ങൾ, എന്നാൽ അതിനുമപ്പുറം ഓരോ വ്യക്തിയും അനുഭവിക്കുന്ന കടുത്ത ഏകാന്തതയും കൂടിയുണ്ട്. സന്ദർശകരെ കാണാനുള്ള അവസരം വരുമ്പോൾ മാത്രം തെളിയുന്ന ഒരു നേർത്ത ചിരി, പിന്നെ തിരികെ സെല്ലുകളിലേക്കുള്ള മടക്കം. അങ്ങനെയാണ് അവിടെ ഓരോ ദിവസവും കടന്നു പോകുന്നത്. തിഹാർ ജയിലിലെ ജീവിതം എന്ന് പറയുന്നത് വെറുമൊരു ശിക്ഷ മാത്രമല്ല, അതൊരു മാറ്റത്തിനായിട്ടുള്ള കാത്തിരിപ്പാണ്. തെറ്റുകളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നവർക്ക് ഇതൊരു തിരിച്ചറിവിന്റെ ഇടമാണ്. എന്നാൽ വീണ്ടും തെറ്റുകളിലേക്ക് തിരിയുന്നവർക്ക് ഇതൊരു അനന്തമായ വൃത്തവും കൂടിയാണ്. മതിൽക്കെട്ടുകൾക്ക് അപ്പുറത്തുള്ളവർക്ക് കേവലം സംഖ്യകളായിട്ടുള്ള തടവുകാർ, പക്ഷെ അകത്തുള്ളവർക്ക് അവരവരുടെ ജീവിതത്തിന്റെ ബാക്കി പത്രം തേടുന്ന സാധാരണ മനുഷ്യരാണ്. ഇനി ഇവിടെ തടവിലാക്കപ്പെട്ടിട്ടുള്ള കൊടും കുറ്റവാളികളെ നമുക്കൊന്ന് നോക്കാം. ഇവരെല്ലാം തിഹാറിന്റെ ഇരുണ്ട കോണുകളിൽ വർഷങ്ങളോളം കഴിഞ്ഞിട്ടുണ്ട്. ആ ഭയാനകമായിട്ടുള്ള പേരുകൾ തിഹാർ ജയിലിന്റെ സുരക്ഷാ ചരിത്രത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളികൾ കൂടിയായിരുന്നു. നമുക്ക് ഓരോരുത്തരെ നോക്കാം. ചാൾസ് ചോബ്രാജ്, ബിക്കിനി കില്ലർ എന്നറിയപ്പെട്ടിരുന്ന ഇദ്ദേഹത്തിന്റെ തിഹാർ വാസം വളരെ പ്രസിദ്ധമാണ്. തടവിലിരിക്കെ ജയിൽ ചാടാൻ നടത്തിയ ശ്രമങ്ങളും പിന്നീട് അദ്ദേഹം വിമോചിതനായതുമെല്ലാം വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. ഈ അടുത്തിടെ രാജ്യത്തെ പിടിച്ചുലച്ച നിർഭയ കേസിലെ 4 പ്രതികൾക്ക് വധശിക്ഷ നടപ്പിലാക്കിയത് തിഹാർ ജയിലിലായിരുന്നു. ആ സമയത്ത് ജയിലിന്റെ സുരക്ഷയും അതീവ ജാഗ്രതയിലായിരുന്നു. വിവിധ അധോലോക ഗ്രൂപ്പുകളുടെ തലവന്മാര്, രാജ്യദ്രോഹ കേസുകളിൽ പ്രതികളായിട്ടുള്ള തീവ്രവാദികൾ, ഇവരെല്ലാം തിഹാറിലെ പ്രത്യേക സെല്ലുകളിൽ കഴിയുന്നവരാണ്. ഇവർ ഇപ്പോഴും ജയിലിനുള്ളിൽ നിന്നും ഗൂഢാലോചനകൾ നടത്താൻ ശ്രമിക്കാറുണ്ട്. ഇത്തരം കൊടും കുറ്റവാളികൾ എത്തുമ്പോൾ തിഹാറിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ മാറും. മറ്റുള്ളവരുമായി ബന്ധപ്പെടാൻ കഴിയാത്ത വിധം അതീവ സുരക്ഷയുള്ള പ്രത്യേക സെല്ലുകളിലാണ് ഇവരെ താമസിപ്പിക്കുന്നത്. CCTV ക്യാമറകൾക്ക് പുറമെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേക പരിശീലനം ലഭിച്ച സേനയുടെ 24 മണിക്കൂർ നിരീക്ഷണവും ഇവർക്കുണ്ടാവും. ഇവരെ മറ്റുള്ള തടവുകാരുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുന്നത് ജയിലിനുള്ളിലെ ക്രമസമാധാനം തകരാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ ഇവരെ കർശനമായിട്ട് ഒറ്റപ്പെടുത്തിയാണ് താമസിപ്പിക്കുന്നത്. തിഹാർ ജയിലിന്റെ മതിലുകൾക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നീതിയുടെ കാവൽക്കാരനായിട്ടുള്ള ഈ വലിയ കോട്ടയെക്കുറിച്ചിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്തരം കൂടുതൽ വിശേഷങ്ങൾക്കായിട്ട് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഹോളി ആഘോഷത്തിനിടയിലെ വഴക്ക്, 2 ഗ്രൂപ്പായി ചേരിതിരിഞ്ഞ് നടന്ന അക്രമം, ജിതേന്ദർ കൊലപാതകിയായി. തീഹാറിലെ അന്തരീക്ഷം ജിതേന്ദറിനെ മാറ്റിയിരിക്കുന്നു. വീട്ടിൽ കഴിയുന്നത് പോലെ സ്വാതന്ത്ര്യമുണ്ട് ഈ ഫ്ളാറ്റിൽ. തീഹാറിലെ വലിയ മതിൽക്കെട്ടിനുള്ളിലാണ് എന്ന് മാത്രം. മതിലിനപ്പുറത്തെ ആ ഫ്ലൈ ഓവറിൽ മുഹമ്മദ് നസീമിന്റെ ബന്ധുക്കൾ വരും, കൈവീശി കാണിക്കും. ഏത് ജയിലിൽ നടക്കും ഇതെന്ന് നസീം ചോദിക്കുന്നു.